വർക്കിച്ചൻ എന്താ വൈകുന്നേന്ന് ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. അതിന്റെ കെട്ടിയവനെന്തേ? വർക്കിച്ചോ, ഞാനിവിടെ ഉണ്ടേ. അടുക്കള ലേശം പണിയുണ്ടായിരുന്നു. ഇന്ന് കരിമീനാ. അതിരിക്കട്ടെ, ചവിട്ടിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇടവ് മാസമല്ലേ, ഇത്തിരി കുറവാ. എന്നാലും 5-6 കോളം ഉണ്ടായിരുന്നു. ഇന്നേതാ, മൂപ്പ അതോ ഇളയതോ? നല്ല ഇളം പരുവം, അന്തിക്കള്ള. വർക്കിച്ചന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ട് ആ, നീ ചെന്ന് വർക്കിച്ചിന് വേണ്ടി കരിച്ചു വെച്ച അല്ല പൊരിച്ചു വെച്ച കരിമീൻ എടുത്തിട്ടോ. ചെല്ല് ചെല്ല്. ഞാൻ ചെത്ത് നിർത്തുക. ഉള്ളതുകൊണ്ട് ഇവിടെ കാണാൻ കൈ കൂടിയാലോ എന്ന് ആലോചിക്കുക. വെറുതെ കയറ്റം ഇറക്കം തന്നെ മിച്ചം. അധ്വാനിക്കാതെ ജീവിക്കാനും ഒരു യോഗം വേണമല്ലോ. നീ എവിടെ എന്തെടുക്ക? കപ്പ കിറപ്പിട്ടിട്ട് പൊരിച്ചു മീൻ എടുത്ത എന്നെ ഭയങ്കര വീട്ടിലെ തെങ്ങി എത്തിയിട്ട് എങ്ങനെയുണ്ട്? വല്ല ഗുണമുണ്ടോ? ഉണ്ടോന്നാ? ആലീസിന്റെ കല്യാണക്കാരിയൊക്കെ എന്തായി? എന്താകാൻ, മതം മാറിയ ഒരു ക്രിസ്ത്യാനി കേട്ടപ്പോഴാണെങ്കിൽ തള്ളിയത് എന്തായാലും നന്നായി. നമുക്ക് സത്യക്രിസ്ത്യാനികൾ മതി വർക്കിച്ച. അവനെ ഞാനിവിടെ ഇത്തിരി ഇപ്പൊ വേണ്ട. ഞാൻ പോയി ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിച്ചോണ്ട് വന്നാലോ? അങ്ങ് ദൂരെ പോയി വാങ്ങിച്ചോണ്ടോ? അങ്ങൊന്ന് വാങ്ങിക്കാം. മുള്ളു നോക്കണേ, നടക്കുമ്പം മുള്ളു നോക്കണം. ഇതാര് വഴിയില് നീയും കൂടി എന്താ വർക്കിച്ച ഇത്? കുടിക്കണി. ചോട്ടാൻ പോയിട്ടില്ല. നല്ല വേഗമുണ്ട് അവന്റെ കൊല. വർക്കിച്ച, ശ്ശോ, മതിയെന്ന്. പറച്ചോനേ, ആരും കാണാത്ത സ്വർഗത്തിന്റെ വാതിൽ. പക്ഷേ എങ്കിൽ നമുക്കിപ്പോ അത് തുറക്കാൻ പറ്റൂല. നമുക്ക് നരകത്തിന്റെ വാതിൽ തുറക്കാം. ഈ 2 ബോംബും കൂടെ ഇന്ന് അവിടെ വർക്കി, നിന്റെ ഒറ്റയ്ക്കുള്ള ചാപ്പാട് ഞാനൊന്ന് നിർത്തും. ഞാനൊന്നും തന്നില്ല എന്ന് വേണ്ട. നീ പറഞ്ഞ പഞ്ചസാര എന്തേല് പിള്ളേർക്ക് ബീഫ് ഫ്രൈ ഉണ്ട്. ഞാനിത് മണിക്കൂട്ടന് കൊടുത്തിട്ട് വരട്ടെ. മണിക്കൂട്ട, മണിക്കൂട്ട. ഇതെന്താ? ഇത് ബ്ലൗസ്. അപ്പൊ ഇതോ? ഇത് ബ്ര. ഇതെന്താ? പഴം. ഇതൊക്കെ ആരുടെയാ? എനിക്കറിയില്ല, നിന്റെ അല്ലേ? നീ ഇതൊക്കെ എന്തായാലും എന്നെ കാണിക്കുന്ന ചോറോളം പടേ. ഇതൊക്കെ ആരുടേതാണെന്ന് ഇതിന് മറുപടി പറ. ഇതൊക്കെ നിങ്ങളുടെ സഞ്ചിക്കകത്ത് എങ്ങനെ വന്നതാ? എന്റെ സഞ്ചിക്കകത്തോ? അതെങ്ങനെ വന്ന്? കണ്ടിട്ടും കേറി ഇറങ്ങുന്നതും പോരാതെ അവളുമാരെ ബ്ലൗസും ബ്രോയും ഒക്കെ എടുത്തോണ്ട് വരാനും തുടങ്ങിയോ? നാട്ടുകാർ പറയുന്നത് വെറുതെയല്ല. കുടിക്കുന്നതോ പോട്ടെ, കിട്ടുന്ന കാശ് മുഴുവൻ കണ്ടവളുമാരെ പിടിച്ചു വാങ്ങിക്കേലേ. എന്റെ കൂടെ പൊറുക്കണമെങ്കിൽ നാടക്കി നിന്നോണം. വർക്കിക്ക് തോന്നുമ്പോ തോന്നുന്നിടത്ത് പോവും, തിരിച്ചിവിടെ തന്നെ വരും. ചോറോളം മതി.
ആന്റി ആന്റി തുന്നുമായിരിക്കും അല്ലേ? എബി എവിടെ ആന്റി? അല്ല വിളിച്ചിട്ടില്ല, അതുകൊണ്ടാ. ഉണ്ടോ? ഇല്ല അല്ലേ? ഈ ഉറക്കത്തിൽ ഭൂമി കുലുങ്ങിയ പോലും അവൻ എണീക്കത്തില്ല. അതെ, അത് ശരിയാ. നട്ടപ്പാതിരക്ക് വന്ന് കയറി കിടക്കുന്നതാ. ഓ ഇതുവരെ കിടക്കാൻ അനങ്ങിയിട്ടില്ല. ഇനിയിപ്പോ ഉച്ചയ്ക്ക് എഴുന്നേക്കുമായിരിക്കും. ഓ അവിടെ നില്ല. നിന്നെ ഒന്ന് കയ്യിൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ. എടാ മോനെ അപ്പു, ഈ പ്രായത്തിൽ നിനക്കൊന്നും ഇതൊന്നും മനസ്സിലാവൂല. ചുമ്മാ ഇങ്ങനെ നടന്നാ മതിയല്ലോ. പക്ഷെ അങ്ങനെയല്ല, ജീവിതത്തിൽ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ വേണം. അതിനാദ്യം വേണ്ടതേ ഒരു ജോലിയാ. അതിങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടന്നാലൊന്നും കിട്ടൂല. മനസ്സിലായോ? കടലിലെ തിരയേണ്ടി നിന്നോ? നിനക്ക് ഇത് തന്നെ വേണം. കാണിച്ച് അടക്ക് ഇതൊന്നും കിട്ടിയാ പോരത്തെ ഞാൻ പറയൂ. ഇപ്പൊ ഒന്ന് പൊട്ടരപ്പാട് നിൽക്കണ്ടില്ലേ? ഇറങ്ങി പോടെ. അളയാ, ഇന്നത്തെ കള്ളു കുടിക്കുക എൻ്റെ പണം മേടിച്ചിട്ടാലും വീട്ടിൽ. ആ സജീഷ് ഇപ്പൊ അവൾ ആലോചിച്ചിട്ട് മതി അവൻ ഇന്നത്തേക്ക് ഇത് മതി. എന്നാലും അവള് നല്ലൊരു കുട്ടിയായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, നീ അവളെ വിളിച്ചോ? ഇല്ല. ഒരു കാര്യം ചെയ്യും, നിന്നെ വലിയ ഇഷ്ടമായിരുന്നല്ലോ അവൾക്ക്. ഒന്ന് വിളിച്ചു നോക്ക്. ഇപ്പോഴത്തെ അവളുടെ സ്റ്റാൻഡ് എന്താണെന്നറിയാലോ? ഏ സ്റ്റാൻഡ്? ഒന്ന് ചുമ്മാ ഇരടാ. ആ അത് കൊള്ളാം. അവള് തന്തയ്ക്ക് വിളിച്ചാ പിന്നെ ഏരിയയിലേക്ക് പോകാൻ നിൽക്കണ്ട, ഫോൺ ചെയ്യാൻ നിൽക്കണ്ട. പിന്നല്ലാതെ? അല്ല അങ്ങനെയല്ല, ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കും. ബാക്കിയൊക്കെ നേരിട്ട് പറഞ്ഞാൽ മതി. അത് കൊള്ളാം ലോൽ. സർപ്രൈസ് ആണല്ലോ. എന്തു പറ്റി? ഏയ് വെറുതെ ചുമ്മാ ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ. നീ ബിസിയാണോ? ബിസിയാണോന്ന് ചോദിച്ചാ കുറച്ച്. പറഞ്ഞു. എന്ത്? ഏയ് ഒന്നുമില്ല. എന്നാ ഞാൻ പിന്നെ വിളിച്ചാ മതിയോ? ഏയ് പോലെ ഇപ്പൊ പറയാനുള്ള കാര്യ. എന്താ? എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഇന്നോ? ഞാനിങ്ങ് തറവാട്ടില്ല. ഫംഗ്ഷൻ ഇവിടെയല്ലേ. പറഞ്ഞോ, കാര്യം എന്താ? ഏയ് അത് ശരിയാവില്ല, നേരിട്ട് പറയാനുള്ള കാര്യ. നിനക്ക് എങ്ങനെയുള്ള ഒന്ന് ഫ്രീ ആവാൻ പറ്റുമോ? 2 ദിവസം കഴിഞ്ഞ് എനിക്ക് കോളേജിൽ വരേണ്ട ആവശ്യമുണ്ട്. ആ മതി. ഓക്കെ ഓക്കെ ഡൺ.